വാണിജ്യ നികുതി വകുപ്പിന്റെ സിമന്റ് വ്യാപാരികളോടുള്ള ദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തെ മുഴുവൻ സിമന്റ് വ്യാപാരികളും 2012 നവംബർ 15 മുതൽ അനിശ്ചിതകാലത്തേക്ക് കടകളടച്ച് സമരരംഗത്തിറങ്ങുകയാണ്. സമരം വിജയിപ്പിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിന് കാസർഗോഡ് ജില്ലാ അടിയന്തര കൺവെൻഷൻ നവംബർ 12 കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ ചേർന്നു. ജില്ലാ കൺവെൻഷൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ശ്രീ അഹമ്മദ് ഷെരീഫ് കുറ്റിക്കോൽ ഉദ്ഘാടനം ചെയ്തു. അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രതയുള്ള ഒരു സംഘടനയാണ് സിമന്റ് ഡീലേഴ്സ് അസോസിയേഷൻ. കേരളത്തിൽ 1000 കോടി രൂപ ഒരു വർഷത്തിൽ ടാക്സ് ഇനത്തിൽ സർക്കാരിലേക്ക് യാതൊരു പ്രതിഫലവും വാങ്ങാതെ പിരിച്ചടക്കുന്ന ഒരു വർഗമാണ് സിമന്റ് ഡീലേഴ്സ് അസോസിയേഷൻ. അപ്പൊ ഈ വ്യാപാരി സമൂഹത്തിന്റെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി മന്ത്രിമാർ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ കാലങ്ങൾ കാണാൻ പോകുന്നത്. UDF ഗവൺമെന്റ് 1.5 വർഷക്കാലമായിട്ടും വ്യാപാരികൾ അനുഭവിക്കുന്ന ഒരു കാര്യത്തിലും ഇതൊരു അനുകൂലമായ തീരുമാനം എടുത്തിട്ടില്ല. വളരെയധികം ഖേദപൂർവമാണ് ഞാൻ ഈ കാര്യം നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. കാരണം മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് കേരളത്തിലേക്ക്, ഇന്ത്യയിലേക്ക് വിദേശ കുത്തക കമ്പനികളെ വരുന്നതിന്റെ മുന്നോടിയായി ഒരുപാട് നിയമങ്ങൾ ഈ ചെറുകിട വ്യാപാര മേഖലയിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് കേരള ഗവൺമെന്റുകൾ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് പകരം, ചെറുകിട വ്യാപാരികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് പകരം വൻകിട കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന ഒരു പ്രവണതയാണ് കേരളവും കേന്ദ്രവും ഭരിക്കുന്ന മന്ത്രിമാർ ഇന്ന് കൊണ്ട് നടക്കുന്നത്. ജനറൽ സെക്രട്ടറി മുഹമ്മദ് അലി സ്വാഗതവും ജില്ലാ പ്രസിഡന്റ് മഞ്ജുനാഥ് പ്രഭു അധ്യക്ഷതയും വഹിച്ചു. KCDA സ്റ്റേറ്റ് സെക്രട്ടറി സക്കീർ ഹുസൈൻ മുഖ്യാതിഥിയായിരുന്നു. യൂസഫ് ഹാജി, ഗോകുൽദാസ് കാമത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു.